എടപ്പള്ളി പുക്കാട്ടുപടി റോട്ടിൽ KME എഞ്ചിനീയറിംഗ് കോളേജിന് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ വരുന്ന 4 ബെഡ്റൂമിൻ്റെ ഒരു വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. 4.5 സെൻറ്റ് ലാൻഡിലായിട്ട് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി വരുന്ന ഈ വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഏകദേശം 20ഓളം വില്ലകൾ വരുന്ന ഒരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റി കൂടിയാണിത്. ഈ വില്ലകളുടെ ഇൻഡിവിജ്വൽ റോഡുകൾ എന്ന് പറയുന്നത് ഏകദേശം 4 മീറ്റർ വീതിയിൽ കട്ട വിരിച്ച റോഡുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബസ് റൂട്ടിലേക്ക് ഏകദേശം 1 കിലോമീറ്ററും, കൂടാതെ ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 7 കിലോമീറ്ററും, കൂടാതെ എടപ്പള്ളി ലുലു മാളിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് ഏകദേശം 10 കിലോമീറ്ററുമാണ്. കൂടാതെ ആലുവ ടൗണിലേക്കും തൃപ്പൂണിത്തുറക്കും എല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യവും നമുക്ക് അവിടെ നിന്ന് ലഭ്യമാണ്. ഇനി നമുക്ക് വീടിൻ്റെ എലവേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു പക്ക കൊളോണിയൽ ബോക്സി ടൈപ്പ് എലവേഷനാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിലൊരു A ടൈപ്പ് സ്ട്രക്ചർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്, GI ഫ്രെയിമിൻ്റെ വർക്കുകൾ, അതിൻ്റെ മോഡലായിട്ട് നല്ല ടഫൻ ഗ്ലാസിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന എലവേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. റോഡിൻ്റെ ഇരുവശവുമായിട്ട് കിഴക്ക് പടിഞ്ഞാറ് ദർശനത്തിലാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ റോഡ് വന്ന് അവസാനിക്കുന്ന ഒരു ഡെഡ് എൻഡ് പ്ലോട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് 2 പാർക്കിംഗ് വീടിൻ്റെ അകത്ത് കൂടാതെ പുറത്തൊരു പാർക്കിങ്ങിനുള്ള സൗകര്യവും നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ മതിലിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടെക്സ്ചർ വർക്കുകളെല്ലാം കൊടുത്ത് 4-വേ ലൈറ്റുകളെല്ലാം കൊടുത്ത് ഒരു GI ഫ്രെയിമിൽ CNC ഡിസൈൻ എല്ലാം കൊടുത്തിട്ട് ഭംഗിയിൽ തന്നെയാണ് ഇതിൻ്റെ കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പ്ലാന്റ് ബോക്സ് വെക്കാനുള്ള സൗകര്യവും ബിൽഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്ന വീടിൻ്റെ ഗേറ്റിലേക്കാണ്. 2 പില്ലറിലായിട്ട് ഗേറ്റ് ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല CNC ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഒരു 12 അടി സ്ലൈഡിങ് ഗേറ്റ്, ഒരു 4 അടി ഫോൾഡിങ് ഗേറ്റുമായിട്ടാണ് വീടിൻ്റെ ഗേറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്ന വീടിൻ്റെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കോമ്പൗണ്ടിലേക്കാണ് വരുന്നത്. ഏകദേശം ഒരു 3 വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മുറ്റം മുഴുവൻ കടപ്പാക്കല്ലൊക്കെ വിരിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം വിരിച്ച് ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു കവേർഡ് പാർക്കിംഗ് നമുക്കിവിടെ പോർച്ചിൽ കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു അഡീഷണൽ പാർക്കിംഗ് സ്പേസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ചെറിയ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ ഇവിടെ ചെറിയ പ്ലാന്റ് ബോക്സിനുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ സറൗണ്ടിങ്സിൽ മുഴുവൻ ക്യാമറ സർവൈലൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അവിടെ നമുക്ക് 2 വീലേഴ്സ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ടോട്ടലി നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള കോമ്പൗണ്ട് തന്നെ നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പില്ലറിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ടെക്സ്ചർ വർക്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിലായിട്ട് ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു 3 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യം വരുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ടൊരു 3 വാളി വൈഡ് വിൻഡോസുകൾ വരുന്നുണ്ട്. 2 സൈഡിലായിട്ട് 2-വേ LED ലൈറ്റ്, സ്പോട്ട് ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മെയിൻ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.10 വീതിയിൽ വരുന്ന സിംഗിൾ പാളി ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു 3 വാളി വിൻഡോ വരുന്നുണ്ട്. വടക്ക് ഭാഗത്തായിട്ട് ഒരു 3 വാളി വിൻഡോ വരുന്നുണ്ട്. ഒരു L ഷേപ്പിൽ വരുന്ന സെറ്റിയൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫോൾ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ LED ലൈറ്റിങ്ങുകളും ഫോൾ സീലിംഗ് വർക്കുകളും വുഡൻ ഫ്രെയിമുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു TV യൂണിറ്റ് ഈ ഭാഗത്തായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു 75 ഇഞ്ചിൻ്റെ TV ഒക്കെ നമുക്ക് പ്ലേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. CCTV ക്യാമറയുടെ മോണിറ്ററും DVRും എല്ലാം ഈ ഭാഗത്ത് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്വിച്ചസ് എല്ലാം വരുന്നത് ലെഗ്രാൻഡിൻ്റെ മൈലിംഗ് എന്ന് പറഞ്ഞ സ്വിച്ചസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നതിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഇവിടെയും നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിങ്ങുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 8 to 10 സീറ്റർ ഡൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ഒരു വാഷ് കൗണ്ടറും ഈ ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു സെറയുടെ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനും ഒരു സെറയുടെ തന്നെ ക്വാളിറ്റിയുള്ള ടാപ്പും അതിൻ്റെ ഇടയിലായിട്ട് സ്റ്റോറേജ് സ്പേസുകളും കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ സ്പേസിലേക്കാണ്. നല്ല രീതിയിൽ പാർട്ടീഷൻ വർക്കുകളൊക്കെ കൊടുത്തൊരു ഡിസൈനൊക്കെ കവർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു 2 ചെയറൊക്കെ ഇട്ടിരുന്ന് ഭക്ഷണം കഴിക്കാവുന്നൊരു സൗകര്യം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ്. കിഴക്കോട്ട് ചിമ്മിണി വയ്ക്കാവുന്നൊരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡാർക്ക് ഗ്രേ കളർ വൈറ്റ് കളർ തീമിലാണ് കബോർഡ് വർക്ക് വരുന്നത്. ഒരു L ഷേപ്പിൽ വരുന്ന നാനോ വൈറ്റ് ഗ്രാനൈറ്റാണ് നമ്മൾ കൗണ്ടറിനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വടക്ക് വശത്തായിട്ട് 2 വാളി വിൻഡോ വരുന്നുണ്ട്. കിഴക്ക് വശത്ത് ഒരു 3 വാളി വിൻഡോ വരുന്നുണ്ട്.
നല്ലൊരു ക്വാളിറ്റിയുള്ള സിങ്കും അതിനോടനുബന്ധിച്ച് സെറയുടെ 2 ടാപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വാട്ടർ പ്യൂരിഫയർ വയ്ക്കാനുള്ള സൗകര്യവും വരുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവിടെ ഒരു യൂട്ടിലിറ്റി വർക്ക് ഏരിയ സ്പേസ് കിട്ടുന്നുണ്ട്. ഒരു സെക്കൻഡറി കിച്ചനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയും ഗ്രാനൈറ്റ് തന്നെയാണ് കൗണ്ടർ ടോപ്പിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീനോ ഡിഷ് വാഷറൊക്കെ വയ്ക്കാനായിട്ടുള്ള പ്ലഗ് പോയിൻറ്റ്സും വാട്ടർ പോയിൻറ്റ്സും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. നല്ല രീതിയിൽ വുഡിൻ്റെ തന്നെ ഒരു ഡോറ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് ഏകദേശം ഒരു 145ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബെഡ്റൂം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ്, കന്നിമൂലയിലാണ് ഈ ബെഡ്റൂം വരുന്നത്. തെക്ക് വശത്തായിട്ട് 2 സിംഗിൾ പാളി ഡോറ് വരുന്നുണ്ട്. ഈ ഭാഗത്താണ് ഹെഡ് റെസ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു 3 പാളി വിൻഡോ ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വൈഡ് വിൻഡോ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു വുഡൻ പാനലിങ്ങിൻ്റെ ഡിസൈൻ വർക്ക് വരുന്നുണ്ട്. ഈ കോർണറിലായിട്ടാണ് കബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് ബ്ലാക്ക് കളർ തീമിൽ വരുന്ന കബോർഡ് വർക്കാണ് വരുന്നത്. ഒരു 3 പാളി കബോർഡ് വർക്ക്, അതിൻ്റെ താഴെയായിട്ട് ഡ്രോ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിങ് ഷെൽഫും ഒരു മേക്കപ്പ് ഷെൽഫും ഈ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നിന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ ബാത്റൂം സ്പേസിലേക്കാണ്. ഒരു സൗകര്യമുള്ള ബാത്റൂം തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ജാഗ്വറിൻ്റെ കൺസീൽഡ് വാൾ മൗണ്ട് ക്ലോസറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെറയുടെ തന്നെ ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സെറയുടെ തന്നെ വാഷ് കൗണ്ടറും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനോടനുബന്ധിച്ചിട്ട് ഒരു മിററും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. തെക്ക് കിഴക്കേ മൂലയിലാണ് ഈ ബെഡ്റൂം വരുന്നത്. കിഴക്ക് ഭാഗത്തായിട്ട് ഒരു 2 പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തെക്ക് ഭാഗത്തായിട്ട് ഒരു സിംഗിൾ പാളി വിൻഡോയുടെ 2 പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഹെഡ് റെസ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫോൾ സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകൾ, സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് കബോർഡ് സ്പേസ് വരുന്നത്. 2 പാളി കബോർഡ് വർക്ക് വരുന്നുണ്ട്. താഴെയായിട്ട് ഒരു ഡ്രോയുടെ വർക്ക് വരുന്നുണ്ട്. ഒരു ഡ്രസ്സിങ് മിറർ ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം എന്ന് തന്നെ നമുക്ക് പറയാം. ജാഗ്വറിൻ്റെ തന്നെ കൺസീൽഡ് വാൾ മൗണ്ട് ക്ലോസറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സെറയുടെ തന്നെ ഡൈവേർട്ടറും സ്പൗട്ടും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഭാഗത്തായിട്ട് ഒരു വാഷ് കൗണ്ടറും വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ സ്റ്റെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ക്ലോക്ക് വൈസ് സ്റ്റെയർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിനായിട്ട് GI ഫ്രെയിമിൽ വുഡൻ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വാക്ക് വേലായിട്ട് ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റെയർ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ 2 90 ലാൻഡിങ് സ്പേസും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ സ്റ്റെയർ കയറി വരുന്ന ഒരു അപ്പർ ലിവിങ് സ്പേസിൻ്റെ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ അത്യാവശ്യം ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ കിട്ടുന്നുണ്ട്. സ്റ്റഡി ഏരിയ ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണ് വരുന്നത്. അവിടെ വന്നിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നൊരു ഗ്ലാസ് ഡോർ കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവിടെ 2 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്നൊരു സിറ്റിംഗ് സ്പേസ് വരുന്നുണ്ട്. മുകളിലായിട്ട് സ്കൈ വ്യൂ കിട്ടാനായിട്ട് ടഫൻ ഗ്ലാസ്സിൽ ഫ്രെയിം വർക്കൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടും ഒരു GI ഫ്രെയിമിൽ വരുന്ന കാറ്റൊക്കെ കിട്ടാൻ പാകത്തിനുള്ള സൗകര്യത്തിലുള്ളൊരു ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലെ TV ഏരിയയിലേക്കാണ് വരുന്നത്. ഒരു റിക്രിയേഷൻ ഏരിയ ഒക്കെ ആയിട്ട് ഒരു എൽ ഷേപ്പിൽ വരുന്ന സെറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു സിറ്റിംഗ് സ്പേസ് അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്കുകൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു TV യൂണിറ്റിൻ്റെ ഏരിയ വരുന്നുണ്ട്. അത്യാവശ്യം ഒരു സ്റ്റോറേജ് സ്പേസ് ഇതിൻ്റെ താഴെയായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിലെ ആദ്യത്തെ ബെഡ്റൂമിലാണ് നമ്മൾ വരുന്നത്. തെക്ക് കിഴക്കേ മൂലയിലാണ് ഈ ബെഡ്റൂം വരുന്നത്. കിഴക്ക് ഭാഗത്തായിട്ട് 2 പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. തെക്ക് ഭാഗത്തായിട്ട് 2 സിംഗിൾ പാളി വിൻഡോ വരുന്നുണ്ട്. ഈ ഭാഗത്താണ് ഹെഡ് റെസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 2 പാളി കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഡ്രസ്സിങ് മിറർ അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിന് ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം സ്പേസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ജാഗ്വറിൻ്റെ കൺസീൽഡ് ഫിറ്റിങ്സുകൾ വരുന്ന ഡൈവേർട്ടർ സ്പൗട്ട് എല്ലാം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ മുകളിലത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. താഴത്തെ പോലെ തന്നെ സെയിം സ്ട്രക്ചറിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ തന്നെ നമുക്ക് ഈ ബെഡ്റൂം കിട്ടുന്നുണ്ട്. കന്നിമൂലയിലാണ് ബെഡ്റൂം വരുന്നത്. തെക്ക് വശത്ത് 2 സിംഗിൾ പാളി വിൻഡോ വരുന്നുണ്ട്. കൂടാതെ പടിഞ്ഞാറ് ഭാഗത്ത് ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു 3 പാളി വൈഡ് വിൻഡോസ് വരുന്നുണ്ട്. ഫോൾ സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും വരുന്നുണ്ട്. ഒരു 3 പാളി കബോർഡ് വർക്ക് ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഒരു വൈറ്റ് കളർ ഒരു ഗ്രെയിൻസ് ഉള്ള ഡിസൈനിൽ വരുന്നൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്.
ഇനി നമ്മൾ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രസ്സിങ് മിറർ അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ ബാത്റൂം സ്പേസിലേക്കാണ്. ഇവിടെയും ജാഗ്വാറിൻ്റെ കൺസീൽഡ് ഫിറ്റിങ്സുകൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. സെറയുടെ ഡൈവേർട്ടറും സ്പൗട്ടും ഒരു വാഷ് കൗണ്ടറും ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്ന ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് വരുന്നത്. ഒരു ഷീറ്റൊക്കെ ചെയ്ത് കവേർഡായിട്ട് സൈഡിൽ GI ഫ്രെയിം വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ വരുന്നുണ്ട്. ഫ്ലോറിലായിട്ടൊരു മാറ്റ് ഫിനിഷ് ടൈല് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീനുള്ള പ്രൊവിഷൻസ് വരുന്നത്. അവിടെ ഒരു ടാപ്പ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്, പ്ലഗ് പോയിന്റ് വരുന്നുണ്ട്, ഡ്രെയിനേജ് സൗകര്യം വരുന്നുണ്ട്. നല്ല ചുറ്റിനും ഫ്രെയിമൊക്കെ ചെയ്ത് നല്ല സേഫ്റ്റി ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മൾ മുകളിലേക്ക് സ്റ്റെയർ കയറി പോകാനുള്ളൊരു സൗകര്യവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോൺക്രീറ്റിന് തന്നെ സ്റ്റെയറിൽ ഡൂം വർക്കൊക്കെ ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസിലേക്കാണ് വരുന്നത്. അത്യാവശ്യം സൗകര്യമുള്ളൊരു ബാൽക്കണി സ്പേസ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഹാൻഡ് റെയിൽസിനായിട്ട് ടഫ് ആൻഡ് ഗ്ലാസ്സിൽ SS-ൻ്റെ റെയിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു L ഷേപ്പിൽ വരുന്ന ഹാൻഡ് റെയിൽസ് വർക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു സിറ്റിംഗ് സ്പേസ് പോലെ തന്നെ ഈ ഭാഗത്തും കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കിട്ടാൻ പറ്റുന്നൊരു സൗകര്യം നമുക്ക് ഈ ബാൽക്കണിയിൽ നിന്ന് ലഭ്യമാണ്. എടപ്പള്ളി പുക്കാട്ടുപടി റോട്ടിൽ KME എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്തായിട്ട് വരുന്ന ഒരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ വരുന്ന 4 BHK വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. കാക്കനാട്ടിലേക്കും എടപ്പള്ളിയിലേക്കും വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ 4.5 സെൻറ്റ് ലാൻഡിലായിട്ട് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 88 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ എല്ലാ ബാങ്കുകളിൽ നിന്നുള്ള ലോൺ സൗകര്യവും നമുക്ക് അവൈലബിൾ ആണ്. ഈ വീട് കാണുന്നതിനോ സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്യുന്നതിനോ ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനോ ഞങ്ങളുടെ ഈ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.